വിരുന്നിൻ്റെ എപ്പിസോഡ് ധന്യമാക്കുവാൻ നമ്മോടൊപ്പമുള്ള അതിഥി ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു വ്യക്തിത്വമാണ്. നമ്മോടൊപ്പം ശ്രീ OH റഹ്മാനുണ്ട്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം വിരുന്നിലേക്ക്. സർ, നമസ്കാരം. താങ്ക് യു. എൻ്റെ ചോദ്യം, താങ്കൾ ഈ ഒരു മേഖലയിലേക്ക്, പ്രത്യേകിച്ച് ഒരു വ്യക്തിത്വ വികസന ഒരു സിസ്റ്റം എന്ന നിലയ്ക്ക് താങ്കൾ ഈ ഒരു മേഖലയിലേക്ക് എത്തപ്പെടാനുണ്ടായ സാഹചര്യം എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? ഈ മേഖലയിലേക്ക് എത്തിയത് യാദൃശ്ചികം, നിയോഗം എന്ന് പറയും. അതായത് ഒരിക്കലും ഞാനിപ്പോൾ ഈ ഒരു മേഖലയെക്കുറിച്ചിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് തന്നെ ആളുകളിൽ നിന്നുള്ള അവരുടെ ആവശ്യപ്രകാരം. അപ്പോൾ ഫസ്റ്റിൽ ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത് ഇപ്പോൾ UAE ഞാൻ പറഞ്ഞു 23 yearsആയി വന്നിട്ട്. അതിനുശേഷം ഞാൻ എമിറേറ്റ്സ് പോസ്റ്റിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഏതാണ്ട് 14 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. അന്നും ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത്, സ്വതന്ത്രമാവുക, ഒരു ബിസിനസ്സുകാരനാവുക എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട്. ആ ഒരു ഗോൾ, എൻ്റെ ലക്ഷ്യമുണ്ട്. അപ്പോൾ വന്ന വഴികൾ വെച്ച് നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസത്തിലൊന്നും എനിക്ക് അത്ര ശോഭിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ആക്ച്വലി എൻ്റെ ഫാദർ എൻജിനീയറാണ്, മദറും പൊളിറ്റിക്സിലൊക്കെ ആക്റ്റീവായിട്ടുള്ള ആളാണ്. സ്റ്റിൽ എനിക്ക് നന്നായി പെർഫോം ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് ഒരുപാട് വഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് എനിക്ക് അറിയാമായിരുന്നു ഐ എം ഗുഡ് ഫോർ സംതിങ്. അങ്ങനെ ഫസ്റ്റിൽ ഞാൻ ആദ്യം ഉണ്ടാക്കിയ വെബ്സൈറ്റ് തന്നെ എമിറേറ്റ്സ് പോസ്റ്റിൻ്റെ സ്റ്റാമ്പ് ശേഖരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വെബ്സൈറ്റായിരുന്നു. അത് വളരെ വിപുലമായിട്ടുള്ള നല്ലൊരു ഈ ഫുൾ സ്റ്റാമ്പിൻ്റെ ഹിസ്റ്ററി അതിലുണ്ടായിരുന്നു. ആ സ്റ്റാമ്പിൻ്റെ ഹിസ്റ്ററി, അങ്ങനെ ഒരു വെബ്സൈറ്റ് നിലവിൽ വന്നപ്പോൾ അന്ന് സ്റ്റാമ്പ് കളക്ടേഴ്സിൻ്റെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവർ ആ വെബ്സൈറ്റ് വേണമെന്ന് പറഞ്ഞു, അത് അവർക്ക് കൊടുത്തു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ വെബ്സൈറ്റ്. അതിൽ നിന്ന് കിട്ടിയ എൻ്റെ ഇൻസ്പിറേഷൻ വെച്ചിട്ട് വെറും ഒരു ഹോബി എന്നുള്ളതിലേക്ക്, വെറും ഒരു ഫൺ, എൻ്റെ വൈഫ് പറഞ്ഞു ജസ്റ്റ് ഓക്കെ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു ക്യാമറ വെച്ചു, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. അതിന് ശേഷമാണ് ആളുകളുടെ കമൻറ്റ്സ് വരുന്നത്, അതിന് വരുന്ന ലൈക്സ് വരുന്നത്. അത് ആളുകളെ പ്രചോദിപ്പിക്കുന്നു എന്ന് മനസ്സിലായത്, ആളുകളുടെ ജീവിതം മാറ്റിമറിക്കുന്നു എന്നുള്ളത് മനസ്സിലായത്. ഇത് എനിക്ക് തന്നെ ഒരു പുതിയ അറിവായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി നമുക്ക് ഞാൻ പറഞ്ഞു പുസ്തക വായന അന്നും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കാലമായിട്ടുള്ളെങ്കിലും ഇന്ന് ഞാനൊരു ഭ്രാന്തമായ രീതിയിലാണ് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഞാൻ വായിച്ചിരുന്നത് മോട്ടിവേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജീവിത സംബന്ധിയായിട്ടുള്ള. എനിക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത് നമ്മൾ ആരാണെന്നുള്ളത്, നമ്മൾ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകണം എന്നുള്ളതായിരുന്നു എനിക്ക് അറിയേണ്ട ഉത്തരം. അതിനു വേണ്ടിയിട്ട് സ്പിരിച്വലായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചു. അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായി നമുക്കൊക്കെ ഒരു കോളുണ്ട്, നമുക്കൊക്കെ ഒരു നിയോഗമുണ്ട്, നമ്മളൊക്കെ നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ലോകത്തേക്ക് വന്നിട്ടുള്ളത്. അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള, നമ്മൾ എന്തിനാണ് നല്ലത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള, ഇത് എനിക്ക് ഒരു സൂചനയായിട്ട് കിട്ടി. ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ആളുകൾക്ക് പ്രചോദനം നൽകുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ പുതിയ ഉന്നതിയിലേക്ക് നീങ്ങാൻ വേണ്ടി, അവരെ തന്നെ കണ്ടെത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മേഖല എന്ന് മനസ്സിലാക്കി. താങ്കളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നതിന് ശേഷം ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച്, അവരുടെ ട്രെയിനിങ്ങിന് ശേഷം അവരുടെ പ്രതികരണത്തെക്കുറിച്ച് താങ്കൾ അറിയാറുണ്ടോ? എങ്ങനെയാണ് അതൊരു ചേഞ്ച് താങ്കൾക്ക് ഫീൽ ചെയ്യുന്നത്? എങ്ങനെയാണ് പറയാം? പ്രതികരണം അത്ഭുതാവഹമായിട്ടുള്ള പ്രതികരണമാണ്. കാരണം നമ്മളും പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് അത്രമാത്രം ഉണ്ടാവും എന്നുള്ളത് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഉപരിയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ പല മനുഷ്യരും അവരിപ്പോൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ എത്രയോ ഇരട്ടി 10 ഇരട്ടി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ്. എന്തൊക്കെയോ മെൻ്റൽ ബ്ലോക്സ് അവർക്ക് അവരെക്കുറിച്ച് അറിയാം, എന്നാലും എന്തൊക്കെയോ ഭയങ്ങൾ, ആ ഭയങ്ങൾ ആണ് അവരെ ഈ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ ഈയിടെ ഞങ്ങൾ പബ്ലിക് സ്പീക്കിംഗ് ക്ലാസ്സസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റിൽ അവർ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ആവശ്യം 4 ആളുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ആദ്യം ഞങ്ങളൊന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പറയും. അവർ വരുന്നത് തന്നെ മുട്ട് വരച്ചിട്ടാണ്. പിന്നെ അവർ സംസാരിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ. പക്ഷേ ഈ ആളുകൾ തന്നെ ആ ക്ലാസ് കഴിയുന്നതോടുകൂടി നമ്മൾ അവരുടെ ഫൈനൽ ആയിട്ടുള്ള അവരുടെ
ലാസ്റ്റ് പ്രസൻറ്റേഷൻ നമ്മൾ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഇതും അതും കൂടി അജഗജാന്തര വ്യത്യാസം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് എല്ലാവർക്കും മാറാൻ പറ്റുന്നല്ല ഞാൻ പറയുന്നത്. കാരണം അവിടെ വന്നിരിക്കുന്ന ആൾ ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നല്ല ബിരിയാണിയും കഴിച്ച് കിടന്ന് ഉറങ്ങേണ്ട സമയത്ത് അതിന് ഫീസും ഉണ്ട്. കാരണം ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് നടത്തുന്നത്. ആ ഫീസും കൊടുത്ത് അബുദാബിയിൽ നിന്നും ഫുജേറയിൽ നിന്നും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിലുള്ള കോളാണ്. അവർക്ക് ആഗ്രഹമുണ്ട്, അവർക്ക് നേടണം, അവരുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ള അഗമ്യമായിട്ടുള്ള ആഗ്രഹമാണ് അവർക്കുള്ളത്. ആ ആഗ്രഹത്തിൻ്റെ വെളിച്ചത്തിലാണ് വരുന്നത്. അപ്പോൾ ആ ആഗ്രഹം എല്ലാവർക്കും വരില്ല, ആ കഴിവുള്ളവരേ അത് വരുള്ളൂ. നന്നാവണം എന്ന് ആഗ്രഹമുള്ള വ്യക്തികൾക്ക് മാത്രമേ വരുള്ളൂ. അപ്പോൾ അവരവിടെ വന്നു കഴിഞ്ഞു, അതോടുകൂടി തന്നെ അവർ പകുതി വിജയിച്ചു കഴിഞ്ഞു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ട്രെയിനിങ് കോഴ്സുകൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് പറയാം? വളർച്ച പ്രാപിച്ചിട്ടുള്ള ഏത് രാജ്യത്തെ നമ്മൾ അനാലിസ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ അമേരിക്ക തന്നെ എടുക്കാം. ഏറ്റവും ലോകത്തിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന രാജ്യമാണ്. നമ്മളിപ്പോൾ ഒരു മോട്ടിവേഷൻ എന്ന് നോക്കേണ്ട ഏത് പുസ്തകത്തിൻ്റെ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു 80% ബുക്കുകളും ചിലപ്പോൾ അവിടെ നിന്ന് വന്നായിരിക്കും. അത് ഇനിയിപ്പോൾ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ തന്നെ എടുത്തു കഴിഞ്ഞാലും 80 അല്ല 90% ആളുകളും അമേരിക്കയിൽ നിന്നുള്ളതായിരിക്കും. നമ്മളെ ഇന്ത്യയിൽ, നമ്മൾ കേരളത്തിൽ ഈ മോട്ടിവേഷണൽ സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇത് പിച്ച് വെച്ച് വരുന്നേ ഉള്ളൂ. ആളുകളുടെ ചിന്താഗതി വളരുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ജനാധിപത്യ സമ്പ്രദായത്തിൽ നമുക്ക് വന്നിട്ടുള്ളൊരു ഡിഫക്റ്റാണോന്നറിയില്ല, നമ്മൾ വളർച്ചയെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ നമ്മൾ നെഗറ്റീവ് തിങ്കിങ് നമുക്കുണ്ട്. നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ചിന്താഗതികളുണ്ട്. അതിൻ്റെ തിക്ത ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. മാനസിക സംഘർഷം ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം മലയാളികൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളും പുരോഗതിയെക്കുറിച്ച് ചിന്തിക്കാൻ ആരംഭിക്കാം. നമ്മൾ പുറകോട്ട് പോകുന്നതിന് പക്ഷേ മുന്നോട്ട് പോകാൻ. കാരണം ഇതൊക്കെ നമ്മുടെ നിയോഗമാണ്. ഒരു മനുഷ്യന് ഈ ലോകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ ചുമതല തന്നെ വളരുക എന്നുള്ളത്. വളരാൻ ശ്രമിക്കുന്ന ഏതൊരാളെയും നമുക്ക് ദൈവത്തിൽ നിന്നുള്ള സഹായം ഉണ്ടാവും. തളരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്ക് അതിനുള്ള സഹായം ഉണ്ടാവും. അപ്പോൾ നമ്മൾ വളർച്ചയെക്കുറിച്ച് നമ്മൾ സീരിയസ് ആയിട്ട് ഇപ്പോൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ മറ്റ് രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി, അവരുടെ വളർച്ചയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾക്കും മാറണം എന്ന്. പക്ഷേ എങ്ങനെ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇത് മുൻ നേടിയിട്ടുള്ള ആളുകൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരുപാട് പുസ്തകങ്ങളിലൂടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് മോട്ടിവേഷണൽ സ്പീക്കിങ്ങിലൂടെ ഇതുപോലെ ഇൻസ്പിറേഷണൽ ടോക്സ് നടത്തുന്നുണ്ട്. ഇത്തരം ആളുകൾ ഇപ്പോൾ ധാരാളമായിട്ട് ഈ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ മറ്റു ചില ബിസിനസ്സുകൾ താഴോട്ട് പോവുകയും ചെയ്യുന്ന ഒരുപാട് അവസ്ഥ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്? അവർക്ക് താങ്കളെ പോലുള്ളവർ സേവനം എങ്ങനെ കൊടുക്കാൻ കഴിയും? നമ്മൾ സെയിൽസ് മേഖലയിൽ നോക്കിയാൽ തന്നെ അറിയാം. ഇപ്പോൾ മൊത്തം വരുമാനം കൊണ്ടുവരുന്ന ആൾക്കാർ ശ്രദ്ധിച്ചാൽ തന്നെ 80% വരുമാനം കൊണ്ടുവരുന്ന 20% ആളുകളാണ്. ബാക്കി 80%-നും കൂടി 20% കൊണ്ടുവരാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഒരാളുടെ ഈ മേഖലയിൽ കുറച്ചുകൂടെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ശാസ്ത്രീയമായി മനസ്സിലാക്കിയിട്ടുണ്ട് എങ്ങനെ ഒരു കസ്റ്റമറോട് പെരുമാറണം. അത് അപ്പുറത്തിരിക്കുന്ന വ്യക്തി ഒരു മനുഷ്യനാണ്, ഒരു മനസ്സുള്ള വ്യക്തിയാണ്. അവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് അറിയണം. നമ്മൾ വിചാരിക്കും അവരവിടെ ഇരിക്കുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ ബിസിനസ് സ്ഥാപനമാണ്, അവർക്കും ലക്ഷ്യം അതാണ്. പക്ഷേ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം പണമല്ല. നമ്മൾ ഇങ്ങനത്തെ കുറേ മിസ്കൺസെപ്റ്റുകളുണ്ട്. ഈ മിസ്കൺസെപ്റ്റുകൾ നമുക്ക് മാറ്റാൻ കഴിയണം. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ അവിടുത്തെ വർക്ക് കൾച്ചർ, ഒന്നാമത് ഞാൻ പറഞ്ഞില്ല, അവിടുത്തെ CEO അതിൻ്റെ ഓണറിൻ്റെ മാനസികാവസ്ഥയിൽ മാറ്റം വരുത്താൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ ആ സ്ഥാപനത്തിലുള്ള ജോലിക്കാരുടെ അവർ പരസ്പര സഹകരണത്തോടു കൂടിയിട്ട് വിജയം ലക്ഷ്യമാക്കി ഏക ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു ടീം വർക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ സെയിൽസ് മേഖലയിലുള്ളവർക്ക് ശാസ്ത്രീയമായിട്ട് ഈ സെയിൽസ് എങ്ങനെ, അപ്പോൾ NLP എന്ന് കേട്ടിട്ടുണ്ടോ, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ കുറിച്ച് മനസ്സിലാക്കുക. ഒരാളുകൾ ഇപ്പോൾ നമ്മൾ ഒരാളുടെ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾക്കുള്ള പ്രധാനം വെറും 7% ഉള്ളൂ. ബാക്കി 93% ബോഡി ലാംഗ്വേജാണ്. അതായത് 7 വയസ്സ് വരെ മനുഷ്യന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അവൻ്റെ എക്സ്പീരിയൻസസ് ആണ്. പിന്നെ അതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ, ആവർത്തനം മാത്രമാണ് ബാക്കിയുള്ള ജീവിതം. അപ്പോൾ ഈ 7 വയസ്സ് വരെയാണ് കുട്ടിക്കാലം. ഈ കുട്ടിക്കാലത്ത് നമ്മൾ മാതാപിതാക്കൾ ഈ കുട്ടിയോട് എങ്ങനെ പെരുമാറുന്നുള്ളത് അത് കുട്ടിയുടെ ഭാവി ജീവിതത്തെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. അത് പാരൻറ്റിങ്. അപ്പോൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ഘട്ടമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ നോക്കുക എന്നുള്ള. പാരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റെല്ലാ ജോലിക്കും വേണ്ടി നമ്മൾ സ്കില്ല് നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ എങ്ങനെ ഒരു കുട്ടീനെ നോക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചു വരുമ്പോഴേക്കും കുട്ടി വലുതായിട്ടുണ്ടാകും. നമ്മളുടെ ഈ പറഞ്ഞ മിസ്റ്റേക്ക്, നമ്മൾ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ എന്തൊക്കെ ആ കുട്ടിക്ക് ഭാവി നശിപ്പിക്കാനുള്ള പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്തും കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ അറിയേണ്ട സമയത്ത് അറിയണം. എല്ലാ പ്രശ്നങ്ങളും എല്ലാം കൊണ്ടറിയേണ്ട ആവശ്യമില്ല, കുറേ കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം. അപ്പോൾ പാരൻറ്റിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ
തീർച്ചയായും ഇത് തലമുറയെ ബാധിക്കുന്ന, നമ്മുടെ കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചും കുറേ വീഡിയോസ് യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്, ഇനിയും ഇടും. അപ്പോൾ ഈ ഒരു മേഖലയെക്കുറിച്ച് ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല. നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ OH റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് പാരൻറ്റിങ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ വീഡിയോകൾ, ഞാൻ 25 വീഡിയോകൾ ഈ ഒരു സബ്ജക്റ്റിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ദാമ്പത്യം എന്ന് പറഞ്ഞിട്ട് 25ഓളം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കാരണം ഞാൻ സമൂഹത്തിൽ ഈ കുട്ടിക്കാലം, പിന്നെ ആരോഗ്യമായ ഒരു കുടുംബം ഉണ്ടെങ്കിൽ മാത്രമേ ആ മനുഷ്യന് എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ കുടുംബത്തിൻ്റെ ആരോഗ്യം ഒക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് പിന്നെ അടുത്ത ഘട്ടം. അപ്പോൾ ഇതുപോലെ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് അതേ ആംഗിളിൽ തന്നെ സമൂഹ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് തുടർന്ന് തന്നെ പോയിക്കൊണ്ടിരിക്കും. പിന്നീട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ തുടങ്ങിയിട്ടുള്ള IT കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഞാൻ ഈ മേഖലയിലേക്ക് ചൂട് പറിച്ച് നട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ താങ്കളുടെ ഒരു ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ താങ്കൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് സമൂഹ നന്മയ്ക്ക് വേണ്ടി കൊടുക്കാൻ താങ്കൾ കഴിയുക? അപ്പോൾ എൻ്റെ ലക്ഷ്യം, എൻ്റെ ആവശ്യങ്ങളിലേക്ക് ഉപരിയായിട്ട് ഞാൻ സമൂഹ നന്മ, വേറൊന്നും കൊണ്ടല്ല, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ വന്ന് വിചാരിച്ച എൻ്റെ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല എന്ന് നമ്മൾ എന്നുള്ള രീതിയിൽ ചിന്തിക്കണോ അന്ന് മാത്രമേ എൻ്റെ കാര്യം നടക്കുള്ളൂ. അപ്പോൾ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥവത്തായിരിക്കണം. ഒരു മാറ്റം എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്തു. മാക്സിമം വരുന്ന കമൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ മാനസികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മാനസികമായിട്ട് നല്ലൊരു ശതമാനം, വേണമെങ്കിൽ 50% കൂടുതൽ വേണമെങ്കിൽ നെഗറ്റീവ് തിങ്കിങ്, അതായത് നിരർത്ഥകമായിട്ട് യാതൊരു ലോജിക്കും ഇല്ലാത്ത നമ്മുടെ ചിന്താഗതിയിൽ നിന്ന് വരുന്ന, നമ്മുടെ ജീവിതത്തെ തന്നെ തകിടം മറിക്കുന്ന ചിന്താഗതികൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇത് ഇപ്പം ഞാൻ പറഞ്ഞ വീഡിയോസ് അന്ന് അത്തരം ഒരു മഹത്തായ ലക്ഷ്യത്തിൽ അറിവൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് കൂടുതൽ ആ മേഖലയും ശക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തന്നെ ഞാൻ ഇപ്പോൾ കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം അറിവുകൾ ഇപ്പോൾ എനിക്കും ഉപകാരപ്പെട്ടു പോലെ നമ്മൾക്ക് അറിയുന്ന കാര്യം എല്ലാവരും എല്ലാം ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നമുക്കൊക്കെ ഒരു കോളുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ഈ കോളിലേക്ക് ഇറങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എന്താണ് ഇതിൻ്റെ ഒരു ഭാവിയുള്ളത്, സാമ്പത്തികമായിട്ട് എനിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ എന്നുള്ള രീതിയിൽ പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. ഞാനത് മൈൻഡ് ചെയ്തിട്ടില്ല. അന്ന് ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു. ഇന്ന് ഞാൻ വാസ്തവത്തിൽ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മൾട്ടി-മില്യൺ ബിസിനസ്സിൻ്റെ മുന്നിലാണ്. അത് എന്നെ അവിടെ എത്തിച്ചത് ഈ ഒരു ചിന്താഗതിയോട് കൂടിയിട്ട് പോക്കാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം എന്താണെന്നുള്ളത് അതിൻ്റെ പ്രതിഫലം നോക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾ അറിയാത്ത വിജയങ്ങൾ കാരണം നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ചിന്തിക്കുന്നത്, നന്മയാണ് നിങ്ങളുടെ മനസ്സിൽ നിന്നുണ്ടെങ്കിൽ വിജയത്തിലേക്ക് എത്തും. ഇന്ന് വളർന്നിട്ടുള്ള ഓരോ മനുഷ്യനും ആ ലക്ഷ്യത്തോടു കൂടി മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ. നമ്മൾ വളർന്നിട്ടുള്ള ഓരോ ആളുടെയും ബയോഡാറ്റ നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, നന്മ, അയാളുടെ നന്മ, സമൂഹത്തിൻ്റെ നന്മ. ഈ ഒരു ലക്ഷ്യത്തോട് കൂടി പോയാൽ ആർക്കും വിജയിക്കാം. സാറിൻ്റെ കുടുംബം നാട്ടിൽ എവിടെയാണുള്ളത്? നാട്ടിൽ കുടുംബത്തിൻ്റെ സപ്പോർട്ട് എത്രമാത്രമുണ്ട്? ഇവിടെ താങ്കളോടൊപ്പം ആരൊക്കെയാണുള്ളത്? നാട്ടിലെ വിശേഷങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളും പറഞ്ഞാൽ സന്തോഷം. ഞാൻ രണ്ടത്താണിയാണ് എൻ്റെ സ്ഥലം, മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ. എൻ്റെ ഫാദർ എൻജിനീയറായിരുന്നു, ഇപ്പോൾ റിട്ടയർഡാണ്. മദർ മാറക്കര പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷൻ എൻ്റെ 3 ടേമിലായിട്ട് പുള്ളിക്കാരത്തി തന്നെയായിരുന്നു അവിടുത്തെ. പിന്നെ ഞാൻ ഗൾഫിലേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞു 23 വർഷത്തോളമായി. ഇവിടെ വന്ന് ഞാൻ കല്യാണം കഴിച്ചത് തിരൂരുള്ള സവര ഹോസ്പിറ്റൽ ഡോക്ടർ മൊയ്തീൻകുട്ടിയുടെ മകൾ റുക്സാന. ഇന്ന് എനിക്ക് 3 കുട്ടികളുണ്ട്. ഇവരെല്ലാവരും ഞാൻ കല്യാണം കഴിച്ച മുതൽ എൻ്റെ കൂടെ എൻ്റെ വൈഫുണ്ട്. ഇന്നും ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് അജ്മാനിൽ. മക്കളുടെ പേര് മൂത്ത മകൻ 9ാം ക്ലാസ് പഠിക്കുന്നു, അക്തം. രണ്ടാമത്തത് അമൽ ജമീല, മൂന്നാമത്തെ ആൾ ലമ്യ ജമീല. പ്രേക്ഷകർക്ക് കൊടുക്കാവുന്ന ഒരു നിർദ്ദേശം, ജീവിത വിജയത്തിലൂന്നി താങ്കൾ കൊടുക്കാവുന്ന ഒരു നിർദ്ദേശം എന്തായിരിക്കും? നമ്മൾ ചെയ്യാൻ പല ആഗ്രഹങ്ങളുണ്ടാവും, ചെയ്യാത്തത് പേടിച്ചിട്ടാണ്, തോൽക്കൂ എന്നുള്ള പേടിയാണ്. അപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് തരാനുള്ള മെസ്സേജ് ഇതാണ്: നിങ്ങൾ തോൽക്കാൻ തയ്യാറാവും. നിങ്ങൾ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം പിൻ നോക്കാതെ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അത് ചെയ്യുമ്പോൾ നിങ്ങൾ 100% ചെയ്തിട്ടുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തണം. പിന്നെ അതിൻ്റെ റിസൾട്ടിലേക്ക് ചിന്തിക്കാതെ അനുസ്യൂതി നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനും അവൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തും, അവൻ്റെ സന്തോഷം അവനക്ക് നേടാൻ കഴിയും. അപ്പോൾ തോൽക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ട് നിങ്ങളോട് പറയാം. ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങളുടെ പ്രേക്ഷകരുമായി സംബന്ധിച്ചതിൽ ഞങ്ങളുടെ ഹൃദയംഗമായി നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു.